പറ്റി ചേട്ടാ? ഇങ്ങനെയൊന്നും കരയല്ലേ ചേട്ടാ? എടാ എന്റെ മോനായി പോയി, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് അടിച്ചോണ്ടിരുന്നതാണ്. എന്റെ ഒന്നി ചേട്ടാ, പോട്ടെ ചേട്ടാ. ഈ കുടിച്ചു കൂട്ടാടി നടക്കുന്നവൻ എന്തിനാ ഭൂമി കിടക്കുന്നേ? എന്തായാലും ചേട്ടനും അനുഭവം പോകാനുള്ളതല്ലേ? എടാ ഇനി ഞാൻ ആരുടെ കൂടെ കടം പറഞ്ഞിരുന്ന് അടിക്കൂടാ. പട്ടി മോങ്ങുന്ന പോലെ മോങ്ങാതെ ചേട്ടാ. കൊണ്ടുപോയോ? പെട്ടി അടച്ചോണ്ടിരിക്കുക. ചേച്ചി പോകുന്ന കാര്യം ഹായ് മലയാളീസ്. എടാ മോനായി, എന്നെ വിട്ടിട്ട് പോവാണോടാ നീ? മാറി നടാവേ, ചുമ്മാ കോട്ടൊക്കെ ചീത്തയാവും. കാപ്പിന്ന് കള്ളും കപ്പയും തിന്നു. എടാ ഇനി ഞാൻ എങ്ങനെ അടിക്കൂടാ? പ്രിയമുള്ളവര്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാവരുമായിട്ട് പറയുകയാണ്. ഞാൻ കുടിയൊക്കെ നിർത്തി ഗൾഫിൽ ജോലിക്ക് പോവുകയാണ്. ഓക്കെ, ഇനി ഒരു പുതിയൊരു മോനായിട്ട് ഞാൻ തിരിച്ചു വരത്തുള്ളൂ. ഡാ, ഗൾഫിൽ ചെന്നിട്ട് ഞാൻ നിനക്കൊരു ജോലി റെഡിയാക്കുന്നുണ്ട്. അറബിയോട് പറഞ്ഞ് ഏതെങ്കിലും ഒരു ബാറിൽ ഒരു ജോലി മേടിച്ച് തരണം. ഒന്നും നന്നാകുമല്ലടാ. അപ്പൊ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ ഗൾഫിലേക്ക് പോകും. ഓക്കെ, എയ്റോപ്ലെയിൻ സമയമാകുന്ന ഒരു ഡൗട്ട് ഉണ്ട്. ആ, വിമാനത്തിൽ എനിക്ക് പോകേണ്ടത്, അത് സ്റ്റാൻഡ് പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടെ ഞാൻ സീറ്റ് പിടിക്കണം. ഞാൻ പോയി കഴിഞ്ഞാലും നീ ഇവിടെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. എടാ നീ ഉള്ളപ്പോ നോക്കിയ പോലെ തന്നെ നോക്കിയോ പോരെ? കൂട്ടുകാരാ, ഇങ്ങനെ തന്നെ വേണോടാ. മര്യാദക്കൊക്കെ നിന്നോണം കൊട്ടോടി. സ്വിറ്റ്സർലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ബോട്ടിംഗ് ആണ്. നിനക്ക് ഇഷ്ടമല്ല ബോട്ടിംഗ്? ഇഷ്ടമാണ്. ഓ എന്റെ സ്വിറ്റ്സർലൻഡ് എവിടെയാന്ന് പറഞ്ഞത്? സ്വിറ്റ്സർലൻഡിൽ ഞങ്ങൾ ബോട്ടിങ്ങിന് പോവാണ്. ബോട്ടിങ്ങിന് അതെ. ഓക്കെ, അതിൽ സൂപ്പർ സർ ബോൾഗാട്ടി കേട്ടോ. ബോൾഗാട്ടി സ്വിറ്റ്സർലൻഡ് ബോൾഗാട്ടി സൂപ്പർ സർ. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? ഞങ്ങൾക്ക് സ്വിറ്റ്സർലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ ഇതൊക്കെ. ഹലോ, ഫാമിലി ഉണ്ടോ? ഫാമിലി പിന്നെ പോകുന്നിടത്തൊക്കെ ഒരു ഫാമിലി ഉണ്ട്. പിന്നെ ഫാമിലി വേണ്ടല്ലോ, കൂടെ കൊണ്ട് നടക്കണം. ഹലോ മാൻ. എന്നീ കാണിക്കുന്നേ? ഇവിടെ ഫ്ലൈറ്റിൽ ഇതിട്ടാണോ സീറ്റ് പിടിക്കുന്നത്? ഇതിട്ട് സീറ്റ് പിടിക്കാൻ പാടില്ലല്ലേ? അപ്പൊ പിന്നെ ഇതാ നല്ലത്. അതാകുമ്പോ ഒറ്റ ഷോ ആയിട്ട് ആരും കൊണ്ടുപോകല. പിന്നെ ക്യാരാ ഈ ഫ്ലൈറ്റ് കയറ്റിയത്? കഷ്ടമുണ്ട് കേട്ടോ, കഷ്ടമുണ്ട്. ആൾക്കാരുടെ വില നിലയും അറിഞ്ഞിട്ട് വേണം ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കാൻ. ചീഞ്ഞ ഷൂ എറിയട്ടെ. താങ്ക് യു വെരി മച്ച്. ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് എല്ലാവരും ബെൽറ്റ് മുറുക്കേണ്ടതാണ്. ഞാൻ മൂത്രം ഒഴിക്കാൻ പോയപ്പോ ബെൽറ്റ് ഊരിട്ട കാര്യം ഇവർ ഇത്ര പെട്ടെന്ന് അറിഞ്ഞു. ക്യാമറ വെച്ചിട്ടുണ്ടായിരിക്കും, അതാ വലിയ സമ്മതിക്കണം അല്ലേ? അങ്ങനെ വിമാനത്തിൽ കയറി ചേട്ടാ, ഇത് കടിച്ചാ വിഷമുണ്ടോ? എനിക്കറിയത്തില്ല, ഞാൻ നേരത്തെ തൊട്ട് ശ്രദ്ധിക്കുന്ന അതിനെ. ആണോ? അല്ല, എങ്ങോട്ട് പോവാ? എന്തോ അല്ല, എങ്ങോട്ടാ പോകുന്നത്? ഞാൻ മക്കളെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആണോ? മക്കളൊക്കെ എവിടെയാ? ഒരാൾ UAE-ലും ഒരാൾ UK-ലും. ആണല്ലേ? സെയിം പിച്ച് കേട്ടോ. എന്റെ മക്കളും ഇതുപോലെ 2 സ്ഥലത്താ. അവിടെയാണോ? ഒരു LKG-ലും മറ്റവൻ UKG. കുഴപ്പമില്ല. അല്ല, ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ ആഫ്രിക്കയിലേക്ക് പോവുക. ആണോ? അവിടെ എന്താ സംഭവം? മക്കളെ കാണാം. മകനെ കാണാൻ പോകണം. മകൻ അവിടെ എന്താ ജോലി? മക്കളുടെ ജോലി എന്ന് പറഞ്ഞാൽ ആനിമൽ കിൽസ് സെയിൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് മാനേജർ. ഇനി ഇംഗ്ലീഷ് പറയുന്നത് ഞരമ്പ് പൊട്ടി ചത്തു പോകും. ഇംഗ്ലീഷ് അറിയില്ലല്ലേ? എന്റെ പൊന്നി ചേട്ടാ, 5 പൈസയുടെ വിദ്യാഭ്യാസം ഇല്ല, ഈ ജാടയൊക്കെ ഉള്ളു. തനക്കാരെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തതാരാണ്? മോനാണ് മൂത്ത മോൻ. അവനോട് പറഞ്ഞ ഞാൻ ചെങ്ങാടത്തിൽ എങ്ങനെയാലും പൊക്കോളാവുന്ന. അവന് നിർബന്ധം പ്ലെയിനാൽ. അല്ല ചേട്ടൻ ഇപ്പോ ഇത് ഈ സെയിൽസ് ആൻഡ് ഇതുകൊണ്ടൊക്കെ പറഞ്ഞില്ലേ, അതെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, അതാണ്. അതായത് ആനിമൽസ് കില്ല് എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ വെട്ടി ഞുറുക്കുക. സെയിൽസ് എന്ന് പറഞ്ഞാൽ കച്ചവടം. അതായത് ഇവിടുത്തെ പോലെയല്ല, ഇവിടുത്തെ പോലെ ചാകറായ പോത്തിനെ ഒന്നുമല്ല ആഫ്രിക്കയ്ക്ക് കൊല്ലുന്ന. അറിയാം? അവിടെ പോത്ത് നേരിട്ട് ഒന്ന് ഡീസന്റ് ആയിട്ട് ചത്തു തരുമോ? അല്ല, ഈ കൊല്ലാനുള്ള പോത്തിന്റെ ബയോഡാറ്റയും ഫോട്ടോയും ഒരാഴ്ച മുമ്പ് ഇന്റർനെറ്റിൽ കൊടുക്കും. ഈ ഇന്റർനെറ്റിലെ ഫോട്ടോ കണ്ടാണ് ആഫ്രിക്കയിലുള്ള ഈ ഇറച്ചി ബുക്ക് ചെയ്യുന്നത്. അപ്പൊ കൃത്യസമയത്ത് എല്ലാരും കൂടെ മെഷീന്റെ സമീപം വരും. എന്നിട്ട് ഈ കൊല്ലാനുള്ള പോത്തിനെ മെഷീനിലോട്ട് കയറ്റി അങ്ങ് വിടും. പിന്നെ എന്നിട്ടൊരു ചുമന്ന ബട്ടൺസ് ഉണ്ട്. അല്ല, ഈ ഞെക്കുന്ന എന്നെ സാധന ബട്ടൺ. ആ ബട്ടനെ പിടിച്ചോളൂ, ഒറ്റ ഞെക്ക. ബട്ടൺ അമർത്തുമ്പോ ഇറച്ചി, എല്ല്, കരള്, ചങ്ക്, മത്തങ്ങ ഇതെല്ലാം കൂടെ പാഴ്ചകളായിട്ട് വേറെ ഒരു കൗണ്ടറിൽ കൂടെ ഇങ്ങോട്ട് വരും. ഈ ATM കൗണ്ടർ പോലെ തന്നെ അല്ലല്ലേ?
നമുക്ക് ഈ ഇറച്ചിയെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് വെച്ചോ, വെച്ചു. ഈ ഇറച്ചിയെല്ലാം കൂടെ അങ്ങോട്ട് കൊടുത്താൽ മതി. ആ. അവർ ഈ ഇറച്ചിയെല്ലാം കൂടെ മെഷീന്റെ അകത്തോട്ട് എടുത്തിടും. എന്നിട്ട് ഒരു ബട്ടൺ ഉണ്ട്, അതിലൊറ്റ അമർത്താ. അപ്പൊ ഈ ഇറച്ചിയെല്ലാം കൂടെ കൂടിക്കൊളഞ്ഞ് പഴയ പോത്തായിട്ട് മെഷീൻ ചവിട്ടി പൊളിച്ച് തിരിച്ചിറങ്ങി വരും. അത് ശരി. Excuse me, sir. എന്നാ സെറ്റപ്പാ അല്ലേ? Mind your words. അതെ, ഈ പെണ്ണ് വെള്ളക്കാരിയാണോ? വെള്ളക്കാരിയല്ല, പിന്നെ ഇതാണ് എയർ ഹോസ്റ്റസ്. ഓ, ഇതാണോ എയർ ഹോൾസ്? ഓ, അത് ശരി. Sir, drinks, please. എനിക്ക് വേണ്ട, പോ, ഞാൻ മടങ്ങുവാ. ചേട്ടാ ഇച്ചിരി വെള്ളം തരാമോ? എന്റെ പൊന്നിയാട്ടെ, ഇത് ആടയൊക്കെ ഉള്ളു, 5 പൈസയുടെ വിദ്യാഭ്യാസം ഇല്ല. താൻ ഇത് എപ്പോഴും പറയണത്, തന്നെ മുഖത്ത് നോക്കിയാൽ അറിയാം. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? വെള്ളം ഇപ്പം തരും കുടിക്കാനായിരുന്നു. ഈ വിമാനത്തിലിരിക്കുന്ന യാത്രക്കാരൊന്ന് ശ്രദ്ധിക്കണം. ഈ പുള്ളി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, ചിലപ്പോ പുള്ളി കാണാതെ പോകും. അല്ല, ഞാൻ അമേരിക്കയിലെ വാഷിംഗ്ടൺ എന്ന സ്ഥലത്തെ അമേരിക്ക ടൺ കണക്കിന് തുണികളെടുത്ത് അലക്കി ജീവിക്കുന്ന ഒരു യുവാവായ ഒരു സായിപ്പായിരുന്നു ഞാൻ. സായിപ്പോ? അങ്ങനെ ടൺ കണക്കിന് തുണികൾ അലക്കി കിട്ടുന്ന ഡോണേഴ്സ് കൊണ്ട് ഞാനും എന്റെ വൈഫും കുടുക്കയിൽ നിക്ഷേപിച്ചിരുന്നു. ഈ കുടുക്കയിൽ നിക്ഷേപിച്ച പണവുമായി ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ കോവളത്തെത്തി. അവിടെ കടൽ കണ്ടപ്പോൾ പെട്ടെന്ന് എന്റെ തുണികൾ ഞാൻ ഓർത്തുപോയി. അപ്പൊ തന്നെ ഞാനും എന്റെ വൈഫിന്റെ തുണികളെടുത്ത് പെട്ടെന്ന് ഞങ്ങൾ അലക്കുവാൻ തീരുമാനിച്ചു. അലക്കി ഉണങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്കും എന്റെ തുണികൾ ഒന്നും തന്നില്ല, കുറച്ച് ഷഡ്യങ്ങൾ മാത്രം. എന്റെ പേഴ്സും പണവും പാസ്പോർട്ടും ബാഗും എല്ലാം മടിച്ചു മാറ്റില്ലേ. അവസാനം ഞങ്ങൾ കേരളത്തിന്റെ തെരുവീതികളിൽ തെണ്ടി നടന്നു. ഓരോ യുവാക്കളുടെ മുന്നിലും അല്ലെങ്കിൽ എന്നെ കൈനീട്ടി. അങ്ങനെ സ്നേഹത്തോടുകൂടി ഒരു യുവാവിന്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു. പെട്ടെന്ന് കൈയുടെ കൂടെ തെറ്റിപ്പോയി. കേരളത്തിലുള്ള എല്ലാ ഡോക്ടർമാരും മാറി കയറി ഇറങ്ങി പരിശോധിച്ചു, എക്സ്റേ എടുത്തു, ECG എടുത്തു. അവസാനം അവർ എല്ലാവരോടും ചേർന്ന് എനിക്ക് ഓരോ ഈ മഞ്ഞ കാർഡ് അടിച്ചു തന്നു. ഇത് വായിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എല്ലാ ഡോളേഴ്സും ഞങ്ങൾക്ക് തന്ന് സഹായിച്ചാൽ ഞാൻ തിരിച്ചെത്രയും പെട്ടെന്ന് അമേരിക്കയിൽ ചെന്ന് അവിടെ ചെന്ന് എന്റെ തുണികളിലേക്ക് ഞാൻ ജീവിച്ചോളാം. പ്ലീസ് തരൂ. എല്ലാ ഡോളേഴ്സും എടുത്ത് കളക്ട് ചെയ്ത് വെക്കുക. ബിസിനസ് ക്ലാസ് വരെ പോയിട്ട് പെട്ടെന്ന് പൈസ ഒന്നും കൊടുക്കണം. അത് ശരി, കൊള്ളാം. Excuse me, sir. Small, please. എന്റെ ദൈവമേ, ബോളോ! നിങ്ങൾ എല്ലാം എന്നെ കുറിച്ച് വിചാരിച്ചത്? എനിക്കൊക്കെ വേണ്ട ഈ സാധനമൊന്നും. നിങ്ങൾക്ക് പറയോ, ഞാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പലിശയ്ക്ക് പൈസ എടുത്തിട്ട് ദുബായിൽ പണിക്ക് പോണത്. മനസ്സിലായോ? എവിടെയാലും നിർത്തിയ ഈ വണ്ടി ഒന്ന് നിർത്തുവാണെങ്കിൽ ഉച്ചക്ക് ഉണ്ടാൻ വേണ്ടിയുള്ള 30 രൂപ എന്റെ കയ്യിലുള്ളൂ. സ്പെഷ്യലി മേടിച്ച് പൈസ കളയരുതെന്ന് പറഞ്ഞോണ്ട് എന്റെ പെണ്ണുമ്പിള്ള ഇത് കണ്ടോ, മീൻ പുറത്ത് തന്നെ വിട്ടാക്കോ. എനിക്ക് അത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണോ ഞാൻ പോണത്? ഫ്ലൈറ്റ് ആണോ അതോ മാർക്കറ്റ് ആണോ? അതെന്റെ പണി നോക്കും കേട്ടോ. ഹലോ സുഹൃത്തെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താ? ഈ ഫ്ലൈറ്റിലുള്ള സാധനങ്ങളെല്ലാം ഫ്രീ ആണ്. എങ്ങനെ? മദ്യം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമുക്ക് ഫ്രീ ആണ്. ഫ്രീയാണോ? എങ്കിൽ ഞാൻ ഇതിനകത്ത് കയറിയത് അവർ അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. എന്റെ പഴയ സ്വഭാവം വെച്ച് ഇതിനകത്തുള്ള മദ്യം ഉണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കും തികയല്ല. ഹലോ, 2 ഫ്രീ 1.5. വാട്ടല്ല, ബ്രാൻഡി. Brandy? യെസ്, താങ്ക് യു. ഷാപ്പുകാർ ഭയങ്കര ഡീസന്റാ. വേണടാ? ഭാര്യ പേടിയായിരിക്കും അല്ലേ? നമുക്കറിയാം. വേണം കുടിച്ചോ? തനിക്ക് വേണം? തനക്ക് വേണേ താൻ മേടിച്ച് കഴിക്കുക. എന്തായി കാണിക്കുന്നേ? അത് ശരി, അപ്പൊ തനിക്കും വേണ്ട അല്ലേ? കൊള്ളാം, അപ്പൊ എനിക്ക് ഒറ്റ കഴിക്കാലോ, ആർക്കും ഷെയർ പോകത്തില്ല. ഹലോ, എന്താ ഇത്? സാധനം തീർന്ന് ഇവിടെ ഡീസന്റാന്ന് വിചാരിച്ച സമ്മതിക്കുവല്ല. എടി വിമാനത്തിലെ ചാപ്പുകാരി ഇങ്ങോട്ട് വന്നേടി. മിസ്റ്റർ കല്ലൂരിയൻ, പ്ലീസ് ബി സീറ്റ്. Please be seated. Yes. You please sit. Well, I please, you please, no please. No man. You man. I'm seat. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എടി വിമാനത്തിലെ ചാപ്പുകാരി ഇവിടെ കൊണ്ട് തരാൻ. ഹലോ, പ്ലീസ് ബി സീറ്റ്. എടോ, തന്നോട് ഞാൻ പച്ച മലയാളത്തിലല്ലേ പറഞ്ഞു, തന്റെ ഇരിപ്പിടത്തിൽ താൻ ഇരിക്കാൻ. എന്നോട്? ആ, തന്നോട്. തനിക്കെന്നോട് ഞാൻ എങ്ങനെ ഇവിടെ വന്ന്? എനിക്കത് അറിയുന്ന കാര്യമില്ല. ഇനി ഒരിക്കലും കുടിക്കത്തില്ലെന്ന് ശപഥം ചെയ്ത് ദുബായിക്ക് പണിക്ക് പോകാൻ വേണ്ടി വന്നവനാ ഞാൻ. എന്നെ ഭൂമിയിലും ആകാശത്തും നന്നാകാൻ സമ്മതിക്കാതെ ഫ്രീ തരാൻ വേണ്ടി വന്നിരിക്കുന്നു കുറച്ച് അവന്മാര്. ഇവരൊക്കെ മലയാളികളുടെ മലയാളം കളയാൻ താനൊക്കെയാണ് ആഫ്രിക്കക്കാരൻ ഈ പറഞ്ഞ സാധനം കളയാൻ നടക്കുന്നത്. കൺട്രിമാൻ അതേടാ. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓറിയന്റൽസ് ആർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. ഓൾ ബ്രാൻഡ് ഫോർ കുടിയൻസ്. അറിയോ? പട്ടി തന്നോടാ പറഞ്ഞു അവിടെ ഇരിക്കാൻ. എടി വിമാനത്തിലെ അടുക്കളക്കാരി ഇവിടെ സാധനം കൊണ്ടെത്താനല്ലോ നിന്നോട് പറഞ്ഞ. കുറെ നേരമായല്ലോ കിടന്ന് ആലിവിടെ ചലിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ മാന്യമായിട്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാരുണ്ട് വിമാനത്തിൽ, മനസ്സിലായോ? ഇവിടെ എനിക്കും എന്റെ വൈഫിനും താൻ സൗകര്യം തന്നിട്ടുണ്ടോ? ഭാര്യ ഭർത്താവ് സുഹൃത്തുക്കളാ ഞങ്ങൾ. നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യണം, സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യണം.
എന്റെ ശല്യം ഉണ്ടാക്കാൻ ശല്യം ഉണ്ടാക്കാൻ പാടില്ല. പാടില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ സുഖമായിട്ട് യാത്ര ചെയ്യിപ്പിക്കാം കേട്ടോ. ഒരു വിമാനത്തിന്റെ നേരത്തെ ശ്രദ്ധിക്കാത്തവർ ഇപ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ ഡോളർ കറക്റ്റ് ചെയ്തായിരുന്നു. ഏത് ഡോളർ? നിങ്ങൾ എനിക്ക് തരാന്ന് പറഞ്ഞ ഡോളർ എപ്പോ പറഞ്ഞില്ല, നേരത്തെ തരാന്ന് പറഞ്ഞ ഡോളർ. അയാൾ തെണ്ടിക്കൊണ്ടിരുന്ന ഡോളറിന്റെ കാര്യം പറയുന്നേ. തൊണ്ട വരണ്ടു പോയി. എടോ ഇതൊക്കെ അവിടെ ചോദിച്ചാൽ കിട്ടും. എന്തിനത്? അതെ, കൂടുതൽ ഡോളർ തന്ന് സഹായിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഞങ്ങൾ ഫ്ലാറ്റ് പിന്നെ എന്നാ ഞാൻ 100 ഡോളേഴ്സ് ആണോ? അല്ല പൈസ. 100 പൈസ, 1 രൂപ. മലയാളിയാണല്ലേ? മലയാളിയേ, എത്ര ഉത്തരവാദിത്തമില്ലാതെ നിങ്ങൾ ഡോളേഴ്സ് നിങ്ങൾ യാത്ര ചെയ്യുന്നേ. എനിക്ക് ഡോളേഴ്സ് കിട്ടിയേ പറ്റൂ, ഞാൻ കൊണ്ടേ പോകും. അല്ല ഞാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പൈസ? നിങ്ങൾ ഞാൻ ഈ വിമാനത്തിന് ഒരു യാത്രക്കാരനും അല്ലേ? നിങ്ങൾ ഡോളേഴ്സ് എനിക്ക് തന്ന് സഹായിക്കണം. എനിക്ക് കിട്ടിയേ പറ്റൂ, ഞാൻ കൊണ്ടേ പോകും. നിനക്ക് തരാനുള്ള ഞാൻ തന്നാ മതിയോ? അത് മതി. ഒരാൾ എനിക്ക് ഡോളർ ഒന്ന് സഹായിച്ചാൽ മതി. മതി നീ കഴിച്ചോണ്ടേ പോകത്തുള്ളൂ. ഇതെന്ത് വേഷമാണിത്? ഈ വേഷം ഇട്ടോണ്ടാണ് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത്. ഒരു 2 മേടിച്ച മോനായിട്ട് ഡ്യൂട്ടി ഡ്രസ് ഇതാ. മോനാ ഇതാ ധരിക്കുള്ളൂ. അത് ദുബായ് അല്ല എന്നെ രാജ്യമാണെന്ന് പറഞ്ഞാലും ശരി. താൻ എന്നാ വർത്താനായി പറഞ്ഞത്? ഞാൻ എന്റെ ഭാര്യ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊന്ന് യാത്ര ചെയ്യണ്ടോ ഈ ഫ്ലൈറ്റില്? ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യണം. എന്നാൽ താൻ ചെന്ന് ആ ഡ്രൈവറോട് പറ വണ്ടി സൈഡിലോട്ട് ഒതുക്കാൻ. നിങ്ങൾ ഇറങ്ങിപ്പോക്കോ, ഞാൻ സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാം. ഞങ്ങൾ ഇറങ്ങിപ്പോരാ, നീ ഇറങ്ങിപ്പോടാ. മാന്യമായിട്ട് യാത്ര ചെയ്യണ്ട. ശരി, ബാക്കിയുള്ളവന്റെ ഫോട്ടോ എടുത്തിട്ട് അവൻ മാന്യനാന്ന്. മര്യാദക്ക് ഗുദാമിൽ പണിക്ക് പോയ എനിക്ക് ഗുദാമോ? അല്ല ബദാം. എടോ സദാം. അതല്ല ദമാം. ഞാൻ മലയാളത്തിൽ പറഞ്ഞു, നിങ്ങളത് അറബി പറഞ്ഞു. എടോ കുടിച്ച് കൂത്താടി നടക്കുന്നത് തന്നെയൊക്കെ ആര് പറഞ്ഞിട്ടാണോ ദുബായിക്ക് പോണേ? താൻ ആര് പറഞ്ഞിട്ടാണ്? ഞാൻ അറബി പറഞ്ഞിട്ടാ ദുബായിക്ക്. എങ്കിൽ ഞാൻ മലയാളം പറഞ്ഞിട്ടാ കേട്ടോ. അടക്കൽക്കാരിയെ, എനിക്കൊരു 2 ഫ്രീയും കൂടെ തരാമോ? എനിക്ക് തരാൻ ഇനി മദ്യമില്ല. അങ്ങനെ പറയരുത്. അതെന്താ കാര്യം? എന്താ ഒരാൾക്ക് കൊടുക്കേണ്ട അളവ് കഴിഞ്ഞു. എന്റെ BPL കാർഡുണ്ട്. എനിക്കൊരു 2 ലിറ്റർ കൂടെ വേണം. എനിക്ക് തരാൻ മദ്യമില്ല. ഇനി പൈസക്കാണെങ്കിൽ നിങ്ങൾ എന്റെ ഈ വിമാന സ്റ്റാൻഡ് ഇറങ്ങുമ്പോൾ എന്റെ കൂട്ടുകാരൻ എന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അവന്റെ ഒന്ന് മേടിച്ച് തരാന്ന്. ഇവിടെ മദ്യമില്ലാന്ന് പറഞ്ഞില്ലേ? അപ്പൊ നീ തരത്തില്ല. ഇവിടെ തന്നോട് പച്ച മലയാളത്തിലല്ലേ പറഞ്ഞ മദ്യമില്ലെന്ന്. തനിക്ക് പറഞ്ഞ മദ്യം നീ കിട്ടായല്ല. നീ ചുമ്മാ ഇടയ്ക്കേറില്ല. നിനക്ക് കൂടെ വേണ്ടിട്ടൊക്കെ ഞാൻ ഈ സംസാരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും മദ്യം വേണ്ട, അതറിയോ? അപ്പൊ വിമാനത്തിലിരിക്കുന്ന ജെന്റിൽമാൻസ് ആരെങ്കിലും ഷെയർ ഇട്ട് അടിക്കാനുണ്ടോ? ഉച്ചയൂണിന് വെച്ചിരുന്ന 30 രൂപ ഞാൻ. താൻ എന്നാ വർത്താനോട് പറയുന്നത്? ഇവിടെ ഷെയർ ഇട്ടടിക്കുന്ന ഷാപ്പും ബാറും ഒന്നും അല്ലാതെ എനിക്കറിയോ? ബിവറേജ് അല്ല ഷെയർ ഇട്ട് അടിക്കാൻ. താൻ തന്നെ പരിപാടി. അപ്പൊ നിങ്ങൾ ആരുമില്ല? ഇല്ല. ഞാൻ അപ്പൊ ഓക്കെ, അടുത്ത വഴി നോക്കിക്കോളാം. നോ പ്രോബ്ലം. മോളെ ഞാൻ 30 തരാം. ഏതെങ്കിലും കുറഞ്ഞതുണ്ടെങ്കിൽ തനിക്ക് തരാൻ ഇവിടെ മദ്യമില്ല. പറയരുത്. ഒരു കുപ്പി കള്ള് എനിക്ക് തരണം. കിട്ടി ശരിക്ക്. അടി കിട്ടിയല്ല ടാക്സീസായി. ഓ എന്റെ ഡയാന, ഈ അലവലാതിനൊക്കെ ആരാണ് ഈ ഫ്ലൈറ്റ് ഒക്കെ അയച്ചത്? അത് ശരി, അലവലാതി ഞാനല്ലേ? അതും ആ പെങ്കൊച്ചിനോട് കള്ളി വെച്ചത്. എടാ അതെന്ത് മാന്യമായിട്ടാണ് അത് സംസാരിച്ചിട്ട്? അതുപോലെ മാന്യമായിട്ട് ഇവിടെ സംസാരിക്കാൻ പറ്റും? നീ ഒരാളാണോടാ? എടാ ആണാണോ പെണ്ണാണോ? ഞാൻ കാണിച്ചോ എന്നോട് ആണാണോ? സൂപ്പർ സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവനത് വേണം. ചേച്ചി അടിക്കോ? ഞാൻ അടിക്കും. ഈ അടിയുടെ കാര്യമല്ല, സ്മോൾ അടിക്കുമോന്ന്. ഇല്ല. എങ്കിൽ ചേച്ചിയുടെ വീട് എനിക്ക് മേടിച്ചു തരാമോ? ഒന്ന് പോടോ അവിടെ നിന്ന്. അപ്പൊ ചേച്ചി മേടിച്ചു തരത്തില്ല അല്ലേ? ദൈവമേ, ഈ വിമാനം പൊട്ടിത്തെറിച്ച് പണ്ടാറടങ്ങി പോണേ കാണാം. നീയും ഈ മാന്യനും ഈ അലവരാതിയൊക്കെ ഒരുമിച്ച് കരിഞ്ഞുകൂടി കിടക്കണ കാണാൻ. ഇതിന് പിന്നെ പ്രത്യേകിച്ച് കരിയാനൊന്നുമില്ല. ഹലോ, തനിക്ക് വിമാനത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ലടോ. നമുക്ക് എന്തെങ്കിലും വിമാനത്തിൽ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പാരച്ചൂട്ടുമായി ചാടി രക്ഷപ്പെടാം. അത് എനിക്ക് അറിയത്തില്ലേ? ഇത്രയായിട്ട് ഇരിക്കുമല്ല പിന്നെ അർജന്റ് മെസ്സേജ്. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിമാനവും ഇത് വിളിച്ചു പറയുന്ന എന്നെയും തീവ്രവാദികൾ തട്ടിയെടുക്കുകയാണ്. ഇതോടെ നമ്മുടെ കാര്യം തീർന്നു. ജീവൻ വേണമെന്നുള്ളവർ പാരച്ചൂട്ട് കയ്യിലുണ്ടെങ്കിൽ താഴോട്ട് ചാടി രക്ഷപ്പെടുക. വിമാനം അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതിന് എത്രയും പെട്ടെന്ന് ഡോളർ ചെലവാണെങ്കിൽ ഞാൻ നിങ്ങളെ കണ്ടി മുമ്പ് രക്ഷപ്പെടണം. എന്തിനാണ് നീ അവനെ വിളിക്കുന്നത്? അവനേതായാലും പാരച്ചൂട്ടുമായിട്ട് പോയി അവൻ രക്ഷപ്പെട്ടു. അതെ, ഈ വിമാനം തകർന്നാലും ഇല്ലേലും അവൻ രക്ഷപ്പെടത്തില്ല. പാരച്ചൂട്ട് എന്റെ കയ്യിലാ. പാരച്ചൂട്ട് ഇരുന്ന ബാഗുമായിട്ട് അവനാ പുറത്തോട്ട് ചാടിയേക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, പാരച്ചൂട്ട് എന്റെ കയ്യിലാ സ്ഥിതിക്ക് ഞാൻ പോവാ. അപ്പൊ ഞാൻ ഭൂമിയിലേക്കും നിങ്ങൾ സ്വർഗത്തിലേക്കും. പറമ്പിൽ എന്തോ വന്ന് ചക്കയാണെന്ന് തോന്നുന്നു.
പൊക്കാൻ. മോനായി ഗൾഫിൽ പോയ നീ എങ്ങനെയാണോ പറമ്പി വന്ന് കിടക്കുന്നത്? അതോ തീവ്രവാദികൾ വിമാനം തട്ടിയെടുത്തു. പാരച്ചൂട്ടുള്ള ഒരു ചാടി രക്ഷപ്പെടാൻ പറഞ്ഞു. ഞാൻ പാരച്ചൂട്ടുമായിട്ട് താഴോട്ട് ചാടി. എന്നിട്ട് പാരച്ചൂട്ട് നൂർന്നില്ലേടാ? എടാ ഒന്ന് വിട്ടേ. ഈ പാരച്ചൂട്ട് ഇത് കൂടുതൽ എങ്ങനെയാടാ ഞാൻ നൂർത്തുന്നേ?